ശ്രീ ജയസൂര്യൻ, പരമാവധി കാലതാമസം വരുത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമെങ്കിൽ അതിന് പരോക്ഷമായി സഹായം ചെയ്യുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീക്കം എന്നുള്ള വിമർശനത്തോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? 75 വർഷക്കാലം നീണ്ടുനിന്ന ഒരു വിഷയം, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം മുതൽ ഇന്നുവരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ ഒരു വിഷയം എന്ന നിലയിൽ അടുത്ത ഒരു 75 ദിവസത്തിനുള്ളിൽ അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണം. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചർച്ച കൂടാതെ JPC-ക്ക് വിടാതെ ഒറ്റയടിക്ക് ഇത് വേണമെങ്കിൽ ഇല്ലായ്മ ചെയ്യാം. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത അനുഭവം ഈ രാജ്യത്തുണ്ട്. അന്ന് രാജ്യത്തിനകത്തും പുറത്തും നടത്തിയ പ്രചരണം എന്തായിരുന്നു? ജനാധിപത്യത്തെ കുഴിച്ചുമൂടി, ചർച്ചയ്ക്ക് അവസരം കൊടുത്തില്ല, പഠിക്കാൻ അവസരം കിട്ടിയില്ല, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നേരിടേണ്ടി വന്നു. മാത്രമല്ല, ഇവിടെ വഖഫ് വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് 61 ഇസ്ലാമിക രാഷ്ട്രങ്ങളോ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാഷ്ട്രങ്ങളോ ഉണ്ട്. അവിടെ ഓരോ രാജ്യത്തും ഇതുപോലെ ഉള്ള ഒരു പരമാധികാരം പാർലമെന്റിനും ഭരണഘടനയ്ക്കും മുകളിൽ കൊടുത്തിട്ടില്ല. പല രാജ്യങ്ങളിലും, അത് സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ഇറാൻ ആണെങ്കിൽ പോലും, അവിടെയൊക്കെ തന്നെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് അവിടുത്തെ വഖഫ് ബോർഡുകൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ തീർച്ചയായിട്ടും മതപരമായിട്ടുള്ള ഇത്തരമൊരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ ഈ മതേതര രാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവകാശമുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് ഭരണഘടനയ്ക്ക് മുകളിലാവരുത്, പാർലമെന്റിന് മുകളിലാവരുത്, കോടതികൾക്ക് മുകളിലാവരുത് എന്ന കാര്യത്തിൽ ഗവൺമെന്റിന് ഉറച്ച നിശ്ചയദാർഢ്യമുണ്ട്. കൂടാതെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മുസ്ലിമാണ്. ഒരിക്കലും അത് ക്രിസ്ത്യാനിയോ ഹിന്ദുവോ അല്ല. ഇപ്പോൾ തന്നെ ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞു, 42,000-ലധികം കേസുകൾ നിലനിൽക്കുന്നതിൽ 40,000-ലധികം കേസുകൾ നിൽക്കുന്നത് മുസ്ലിങ്ങളും വഖഫ് ബോർഡും തമ്മിലാണ്. എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ ഇര മുസ്ലിങ്ങളാണ് കൂടുതലായിട്ടും, മറ്റുള്ളവരുമുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ അഖിലേന്ത്യാ തലത്തിൽ നമ്മൾ ഈ വിഷയം എടുത്ത് പഠിക്കുമ്പോൾ ഇത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള ധാരാളം ലക്ഷോപലക്ഷമല്ല കോടിക്കണക്കിന് ആൾക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ കർണാടകത്തിന്റെ ചാർജ് എനിക്കുണ്ട് BJP-യിൽ. ഞാൻ കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ പോയപ്പോൾ 29,000 ഏക്കർ ഭൂമിയാണ് അവിടെ കൊമേഴ്ഷ്യൽ ലാൻഡ് ആക്കി മാറ്റിയിരിക്കുന്നത്. കർണാടകത്തിന്റെ എല്ലാ താലൂക്കുകളിലും ഈ പറഞ്ഞ പ്രശ്നം നിലവിലുണ്ട്. കർഷകർ വലിയ രോഷത്തിലാണ്. വലിയ കർഷക പ്രക്ഷോഭം കർണാടകത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒരു സംസ്ഥാനത്തിന്റെ ഉദാഹരണമാണ്, ഇതുപോലെ ഇന്ത്യ മുഴുവൻ. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇതിനൊരു നല്ല വശമുണ്ട്. അതായത് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നതും വഖഫ് വസ്തു എന്നുള്ള നിലയിലും അതൊരിക്കലും ഭരണഘടനയെയോ ഭരണകൂടത്തെയോ നിയമ സംവിധാനങ്ങളെയോ കോടതിയെയോ മറികടക്കാത്ത വിധം ഇന്ത്യയിലെ നിയമങ്ങൾക്ക് വിധേയമായി, സിവിൽ നിയമ വിധേയമായി, ഒപ്പം തന്നെ ക്രിമിനൽ നിയമ വിധേയമായും ആ മതത്തിന്റെ ഉള്ളിൽ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒരു ചാരിറ്റബിൾ ആക്ടിവിറ്റി ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റിയാൽ ആർക്കും യാതൊരു പ്രശ്നവുമില്ല. മാത്രമല്ല, വഖഫ് കൊണ്ട് മുസ്ലിം സമൂഹത്തിൽ കിട്ടേണ്ടതായ ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. അത് ലഭിച്ചോട്ടെ, അതിന് ഗവൺമെന്റിന് യാതൊരു എതിർപ്പുമില്ല. പല കാര്യങ്ങളും എടുത്തു കളഞ്ഞില്ല. മുത്തലാഖ് എടുത്തു കളഞ്ഞു, 370 വകുപ്പ് എടുത്തു കളഞ്ഞു. അങ്ങനെയൊക്കെ എടുത്തു കളഞ്ഞ സമയത്ത് ശ്രീ ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല, ജനങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു. എന്നതുപോലെ ഈ വിഷയവും എടുത്തു കളയുന്നതിന് പകരം ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ, രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഭേദഗതികൾ നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. ആ ഭേദഗതികളെ സംബന്ധിച്ചിടത്തോളം അത് മുന്നോട്ട് വെച്ചിരിക്കുന്ന പോയിന്റുകൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ യാതൊരു പ്രശ്നവുമില്ല. എല്ലാ വ്യക്തികളിലും സുരക്ഷിതരായി, നിയമം സുരക്ഷിതമായി, കോടതിയുടെ അധികാരം പുനഃസ്ഥാപിക്കപ്പെട്ടു, ഭരണഘടനയും പാർലമെന്റും പവർഫുള്ളായി. അപ്പോൾ അത്തരം വലിയൊരു പ്രോസസ്സിലേക്കാണ് ഇത് പോകുന്നത്. സങ്കീർണമായിട്ടുള്ള ഒരു വിഷയത്തെ വളരെയേറെ സങ്കീർണമാക്കാതെ അടുത്ത ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിരുന്നു. എന്നാൽ ജോയിന്റ് പാർലമെന്റ് കമ്മിറ്റിയിലെ പ്രതിപക്ഷമാണ് വാക്കൌട്ട് നടത്തിക്കൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ഇതിൽ കൂടുതൽ കാലാവധി വേണം എന്നാവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അടുത്ത ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഇത് പാസ്സായി പോകേണ്ടതാണ്. അങ്ങനെ പാസ്സാക്കണ്ട എന്ന് പറഞ്ഞതിനെ അട്ടിമറിച്ചത് പ്രതിപക്ഷമാണ്. അത് വളരെ വ്യക്തവുമാണ്. എന്നാൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ ക്രിയാത്മകമായ സഹകരണത്തോടു കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഭേദഗതി അനുകൂലിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇതിന് എഴുതാൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ചെയ്യപ്പെടേണ്ടതുമാണ്. കാരണം ഇന്ന് ഈ ഒരു വിഷയം നമ്മൾ പരിഹരിച്ചു എന്നുള്ളത് കൊണ്ടായില്ല. ഭാവിയിൽ ഇനിയും വരാൻ പോകുന്ന നിരവധി വിഷയങ്ങളിൽ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരായിട്ട് നീങ്ങുമ്പോൾ അത് ജനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു നിലപാടായി മാറിയാൽ അത് ജനങ്ങൾ അറിയണ്ടേ. പല കാര്യങ്ങളും ഇതിന്റെ മുമ്പിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർഷക നിയമത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും അതുപോലെയുള്ള തെറ്റിദ്ധരിപ്പിക്കൽ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് ഇത് എന്നും അതിന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ച് കണ്ണിൽ പൊടിയിട്ട് നീക്കുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റിന് യാതൊരു ഉദ്ദേശവുമില്ല.
JPC എന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ കൺട്രോളിലല്ല. JPC എന്ന് പറയുന്നത് അത് പാർലമെന്റ് രൂപീകരിച്ച ഒരു പ്രത്യേക ബോഡിയാണ്. ആ ബോഡി പിന്നെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അതിലെ 31 അംഗങ്ങളാണ്, ഗവൺമെന്റ് അല്ല. ആ അംഗങ്ങളിൽ ഭൂരിപക്ഷം പേരാണ് ഇത് നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നീട്ടിവെച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് അനന്തമായി നീട്ടിവെക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ പാർലമെന്റ് സമ്മേളനത്തിൽ നടന്നില്ലെങ്കിൽ അടുത്ത സമ്മേളനത്തിൽ അതിൽ തീരുമാനം ഉണ്ടാക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ യാതൊരു ആശങ്കയും വേണ്ട. ഗവൺമെന്റിന് ഉറച്ച നിശ്ചയദാർഢ്യമുണ്ട്.